ഗൈസ് എല്ലാവർക്കും വീട്ടോക്സിനോട് സ്വാഗതം. ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചാലഞ്ച് എന്ന് പറയുന്നത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നോ ഐഡിയ ഗൈസ്. അപ്പോൾ ഞാൻ തന്നെ പറയാം, വേറെ ആർക്ക് ഐഡിയ ഇല്ലെങ്കിൽ. സോ മറ്റൊന്നല്ല ഗൈസ്, ഓക്കെ, ഡ്രോ ദ ലോഗോ. എന്ന് വെച്ചാൽ ലോഗോ വരയ്ക്കുക. അത് തന്നെ സിമ്പിൾ ആണ് ഗൈസ്. അപ്പോൾ ഞാൻ ഒരു സ്പെഷ്യൽ ലോഗോകള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ അതിന്റെ പേര് ഞാൻ പറയാം, ഒരു ബ്രാൻഡ് ആയിരിക്കും. സോ അതിന്റെ പേര് ഞാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരും. സോ ആ ബ്രാൻഡിലെ ലോഗോ കൃത്യമായിട്ട് ആരാ വരക്കും നോക്കുക. നിങ്ങൾ 3 പേരിൽ ആരാണ് വരക്കും നോക്കുക. എന്നിട്ട് 10 ലോഗോയിൽ ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് വരക്കുന്ന ഏറ്റവും കൂടുതൽ പോയിന്റ് ആർക്കാണ് കിട്ടുന്നത് അവർക്ക് നമ്മൾ ഒരു സ്പെഷ്യൽ സമ്മാനം കൊടുക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഗൈസ്, യെസ് ഗൈസ്, ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാലഞ്ചിൽ വിന്നർ നമ്മൾ കൊടുക്കാൻ വന്നത് ഗൈസ് ഈ ഒരു മിസ്റ്ററി ബോക്സ് ആണ് ഗൈസ്. ഇതിൽ എന്താന്ന് വെച്ചാൽ ഫുഡാണോ? അതെ, ഇതൊരു ഫുഡാ, ചിക്കൻ ബിരിയാണി ആണോ? ജയിച്ച നീ ഇത് മൊത്തം നൽകാം. ഈ ബിരിയാണി എന്തോ പൊട്ടിയിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് എന്താ അറിയില്ല ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മുടെ എന്തായാലും ചാലഞ്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് വരക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കാൻ പോവാണ്. സോ അതിനുള്ള സാധനങ്ങൾ വരട്ടെ. ഗൈസ്, അപ്പൊ ഇതുപോലെ നിങ്ങൾ സ്കൂളിൽ നോട്ട്ബുക്ക് ഒക്കെ ഇറക്കി എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇവർ വരക്കാനുള്ള ഒരു ചെറിയ സാധനം കൂടി ഉണ്ട്, അതുകൂടി കൊടുത്തിട്ട് നമ്മുടെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. റെഡി റെഡി ആയിട്ട് നിക്കുവാണ്. എന്തോ എന്താണ്? ഒന്നുമില്ല, നീ എന്തിനോ റെഡി ആയിട്ട് നിക്കുവാന്ന് തോന്നുന്നുണ്ടല്ലോ. ചോട്ടാ ഭീമിന്റെ അത് ഞാൻ ഫസ്റ്റ് ബ്രാൻഡിന്റെ നെയിം പറയാൻ വേണ്ടി പോവാണ്. ഓക്കെ, സോ എല്ലാവരും റെഡി അല്ലേ? വരക്കാൻ റെഡി അല്ലേ? OnePlusന്റെ ഫോൺ അല്ലേ? സോ OnePlusന്റെ ലോഗോ ആണ് നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആലോചിക്കുക, കാണിച്ചു കൊടുക്കാതെ വരണോ. ഓക്കെ, ബാക്കിയുള്ളവർ കോപ്പി അടിച്ച് വരണേ നമ്മളെ ബാധിക്കത്തില്ല, നിങ്ങളുടെ മാർക്കേ പോകുള്ളൂ. അത് കളർ തന്നെ വേണ, നീ വരക്ക് കളറൊക്കെ അത് ബാക്കിയുള്ളവരുടെ പെർഫോമൻസ്. അതിലൊരു ഫോം ഫുള്ളല്ല, വേറെ പേപ്പർ തരും, പേടിക്കണ്ട. ലോഗോ എനിക്കറിയാം 3 ഓട്ടോടെ പ്ലസ് ഉണ്ടാവൂല, എന്തായാലും പ്ലസ് ഉണ്ടാവില്ല. കുരിശല്ലേ? എനിക്ക് വിട്ടുപോയില്ലേ, അറിയാവുന്ന ഞാൻ ഫ്ലോയില് OnePlus എവിടെയൊക്കെ കണ്ടുക്കണമെന്ന് ആലോചിക്കുക. നീ സജഷൻ പറയണ്ട, പറയാൻ പറ്റില്ല, അതൊക്കെ എനിക്ക് ചിലപ്പോൾ ശരിയാവുന്നു. എന്ത് കഷ്ടം കള്ളന്മാര്. പിന്നെ വേറൊരു കാര്യം, ഇവരുടെ 3 പേരുടെ ലോകം തെറ്റാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാമ്യം നിൽക്കുന്നത്, ഒറിജിനലോട്ട് സാമ്യം നിൽക്കുന്നത് നമ്മൾ നോക്കുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ മാർക്ക് കൊടുക്കും. എന്തായാലും റൗണ്ടിൽ മാർക്ക് നമ്മൾ കൊടുത്തിരിക്കും ഒരാൾക്ക്. എടാ OnePlus ഓക്കെ, അടുത്ത് കോപ്പിട്ടോ സമ്മതിക്കില്ലേ അവൻ ഫോം വരച്ചേക്കണ എന്നെ കണ്ടിട്ട് ഞാൻ കൊണ്ടുപോയിപ്പോ പേന മാറ്റി വെക്കും. പേന മാറ്റി ഇന്ന് തൊടാൻ പാടില്ല, കഴിഞ്ഞാൽ പിന്നെ തൊടാൻ പാടില്ല. മറിച്ച് വെച്ചോ, കാണണ്ട. സാമ്യം നോക്കിട്ട് ബാക്കിൽ വരച്ച പോണ്ടേ, ആദ്യമായിട്ടാണ് ഒരു ഫോണിന്റെ ഫ്രണ്ടില് ലോഗോ. ഇനി തൊടാൻ പറ്റില്ല, പെൻ ഡൗൺ ആണ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിന്റെ സമയം എന്തായാലും തീരുവാണ്. ഓക്കെ ഗൈസ്, അപ്പൊ ഫസ്റ്റ് വാസ്കോനെ കാണിച്ചോ. ഓക്കെ, നമ്മളൂടെ കണ്ടേ കാണിക്ക്. എന്താണ് ഇതെന്താ? OnePlus അല്ല, ഇതല്ല ഈ സ്മൈലിന്റെ ഉദ്ദേശം. ഓയാണോ? അങ്ങനെ ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ ഓക്കെ, സോ അതാണ് ഗൈസ് വാസ്കോന്റെ. ഇനി നമ്മുടെ കൊമ്പന് നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇത് ഫോണ്, ഇത് ക്യാമറ, ഇത് ലോഗോ. ലോഗോ വരയ്ക്കാനേ പറഞ്ഞുള്ളൂ, ഫോൺ വരയ്ക്കാൻ പറഞ്ഞില്ല. അതാണ്, അത് വേറെ കാര്യം. ഫോൺ വരയ്ക്കാന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ഫോൺ വരച്ചു കയറിയിട്ട് മാർക്ക് പോകുന്നില്ല കേട്ടോ. ബാക്കിന്റെ എന്താ അത് OnePlus എഴുതി വെച്ചാണ്, അത് നടക്കാറില്ല. ലോഗോ വരയ്ക്കാൻ പറയുമ്പോ OnePlus എഴുതി വെച്ചാൽ വരയുണ്ട് ഫോണില്, അത് OnePlusന്റെ എല്ലാ ബ്ലാക്ക് വരല്ല, പച്ചവരെയാണ്, പച്ച കൊണ്ട് വരക്കണം. ഉള്ള മാർക്ക് പോയി ഗൈസ്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും OnePlusൽ ലോഗോ കാണിക്കാം. ഓക്കെ, അപ്പൊ ഏറ്റവും സാമ്യം ഉള്ളത് ഏതാ നോക്കാം. ഇതാണ് ഗൈസ്. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ സാമ്യം വന്നിട്ടുള്ളത് ഇപ്പൊ ഏതാ നോക്കുകയാണെങ്കിൽ കൊമ്പന്റെ
കൂടുതൽ സാമ്യം ഇവിടെ വന്നിട്ടുണ്ട് കാരണം റൗണ്ട് അതിനാണ് ഒരു പ്ലസ് കറക്റ്റ് ആ ഒരു പോസ്റ്റിൽ വന്നിട്ടുണ്ട്. എന്ത് പ്ലസ്? അത് പ്ലസ് അല്ല, അത് കുരിശ് അടിച്ച് പോണോളത്. ഇതിനകത്തൊരു വണ്ണ് വേണമായിരുന്നല്ലേ? വണ്ണല്ല, ഇവിടെ ഏറെക്കുറെ വന്നിട്ടുണ്ട്. റെക്ടാങ്കിളിന് പകരം സർക്കിളാണ് വന്നിട്ടുള്ളത്. കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു റൗണ്ടിൽ ഏറെക്കുറെ ഗൈസ് സെറ്റ് ആക്കിയത് കൊമ്പനാണ്. ഞാൻ അടിക്കൂല. അവന് ഒരു പ്ലസ്, ഞാനൊരു പ്ലസ് വരച്ച. അതിന്റെ മേലെ കൂടെ ഞാനൊരു വട്ടം വരച്ചിട്ടുണ്ട്. അപ്പൊ ഇവനക്കൊരു പോയിന്റ്, -0 ഒരു പോയിന്റ്. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന ലോഗോ മറ്റൊന്നല്ല ഗൈസ്, നമ്മുടെ വോക്സ് വാഗൺ അല്ലേ, നമ്മുടെ കാറിന്റെ ബ്രാൻഡ്, അതിന്റെ ലോഗോ ആണ് കൊടുക്കാൻ പോകുന്നത്. സോ നിങ്ങളുടെ സമയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വോക്സ് വാഗണിന്റെ ലോഗോ ഗൈസ്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കളറിന് കൂടുതൽ മാർക്ക് കിട്ടുന്നതായിരിക്കും. എങ്ങോട്ട് നോക്കണേ? ഇങ്ങോട്ട് നോക്കുക. ആലോചിക്കട, വോക്സ് വാഗണിന്റെ ലോഗോ എങ്ങനെയാണ് നീ കണ്ടത്? ആലോചിക്ക്. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ഇതിന് നോക്കി മറച്ചു വെച്ചാ? അതെ, അത് തെറ്റിപ്പോയി. ഞാൻ നിന്റെ എന്താണ് 2 വര വരച്ചിട്ടുള്ളൂ, വേറൊന്നും ചെയ്തില്ല. ഇപ്പൊ കളർ ഇവിടെ തകർത്ത് വരയ്ക്കുന്നുണ്ട്. കൊമ്പന്റെ നോക്കാം. കൊമ്പൻ റൗണ്ട് വരച്ചിട്ടുണ്ട്. ഇനി കളർ അടിക്കാം നമുക്ക്. എന്ത് ഇതെന്താ കാലേ കിടക്കുന്നത്? വോക്സ് വാഗൺ ലോഗോ ഇല്ലേ? വോക്സ് വാഗൺ ലോഗോ ഇല്ല അത്രേ. ഒരു വട്ടം വന്നിരിക്കുന്നു. ഇതെന്താ? അപ്പൊ ഇതിങ്ങനെ ഇതുപോലെ ഇതും കൂടെ ഉണ്ടല്ലോ. എന്തുപോലെ ഉണ്ടല്ലോ. ആക്ച്വലി ഈ കാറിന്റെ ബ്രാൻഡിങ് ഒന്നും അറിയത്തില്ല. ഏത് ബ്രാൻഡ് അറിയാം? ഏതെങ്കിലും ബ്രാൻഡ് അറിയോ? കാണിച്ചു കൊടുക്കല്ലേ, കാണിച്ചു കൊടുത്ത് വരയ്ക്കല്ലേ ഗൈസ്. അപ്പൊ എന്തായാലും ഇവര് വരക്കുവാണ്. സോ അപ്പൊ നിങ്ങൾ ഇങ്ങനെ വരക്കുന്ന നോക്കിക്കൊണ്ടിരിക്കാതെ ഇപ്പൊ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടി. ഞാൻ ആദ്യം അതാ വരച്ചത്. നീ എന്തിനാ അവന് നോക്കിയാൽ തെറ്റിയത്? പിന്നെ കാവമ്പാണില്ല. കൊമ്പ തകർത്ത് ഇത് എന്തോ പൊത്തി പിടിച്ചേക്ക് നോക്കാണ്ടിരിക്കാൻ പറ്റുമോ? വെട്ടി വരയ്ക്കാൻ പറ്റുമോ? പറ്റോ? സമയം തീരാനായി. സമയം തീരാനായി. ഓക്കെ ഗൈസ്, ഓക്കെ, അപ്പൊ നമ്മുടെ സമയം തീരാനായിട്ടുണ്ട്. പെൻ ഡൗൺ. മതി. സമയം തീർന്നു. പെൻ ഡൗൺ. ഫസ്റ്റ് ഏക്കയുടെ നോക്കാം. കാണിച്ചു കൊടുറാ എല്ലാവർക്കും. ഇതെന്താ? അതെ, ഗൈസ് ഓക്കെ. സോ ഏറെക്കുറെ സെറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി വാസ്കോടെ നോക്കാം. വാസ്കോടെ കാണിക്കണം. ഇതെന്താ ബോക്സ് വാഗൺ പൈസ അല്ല, ബാക്കി കളർ അടിക്കാൻ. ഓക്കെ ഗൈസ്, അപ്പൊ ശരിക്കുള്ള കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ശരിക്കുള്ള ബോക്സ് വാഗൺ ലോഗോ കേട്ടോ. അതന്നെ കൊമ്പന്റെ കറക്റ്റ് ആണ് ഗൈസ്. അപ്പൊ ഈ പ്രാവശ്യം നമ്മുടെ കൊമ്പനാണ് ജയിച്ചിട്ടുള്ളത്. നമ്മള് കഴിവില്ല. ഏത് അത് കഴിവിനെ നമ്മൾ അംഗീകരിക്കണം. കൈയടി. ഓക്കെ, സെറ്റ് ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മുടെ മൂന്നാമത്തെ റൗണ്ടിൽ ഗൈസ് ഒക്കെ നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഒരു കിടുക്കാച്ചി ലോഗാണ്. മറ്റൊന്നിന്റെ അല്ല ഗൈസ്, നമ്മുടെ സ്വന്തം നമ്മൾ ക്രിയേറ്റേഴ്സ് ആണ്. അപ്പൊ അറിഞ്ഞിരിക്കേണ്ട ഒരു ലോഗാണ്. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അല്ല, വാട്സ്ആപ്പ് അല്ല, സ്നാപ്ചാറ്റ് അല്ല, ട്വിറ്റർ അല്ല. ഫോട്ടോഷോപ്പിന്റെ ലോഗോ ആണ് അടുത്തത് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഞാൻ ഇതുവരെ ആ ഫോട്ടോഷോപ്പ് വർക്ക് ചെയ്തിട്ടില്ല. യൂട്യൂബറാണോ? തമിഴിൽ എനിക്ക് ജാപിച്ചിട്ടുണ്ടല്ലോ. ഏക്കൊക്കെ ഫോട്ടോഷോപ്പ് എപ്പോഴും ചെയ്യുന്നത്. അതെ, വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെയാ. ചതുര കാണിച്ചു വെച്ചിട്ടുണ്ട്. ത്രികോണത്തിനുള്ളിലാണ്. വട്ടം വരക്കി ഉണ്ടായിരുന്നോ അവിടെ ഏക്കന്റെ കളറായിട്ടുണ്ട്. അതെന്താ വാസ്കോ നോട്ടീസാ? നമ്മളെ സാധനമാണ്, ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്തതാണ്. ത്രികോണം വരച്ച് നീ എന്റെ ചതുരം എന്ന് പറഞ്ഞേ. ടൈം ഈസ് കഴിഞ്ഞിരിക്കുന്നു. ഫോട്ടോഷോപ്പിന്റെ ലോഗോ ഇവിടെ വരണിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ ഒറിജിനൽ ലോഗോ കാണിക്കാം, എന്നിട്ട് പറയാം. ഓക്കെ, ഇനി അടുത്തത് കൊമ്പന്റെ കാണിക്കാം. ഇതാണ് ഇതൊരു പെൻസിലാ. പിന്നെ മറ്റേ കളർ. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അങ്ങനെ കാണിക്കും. ഞാൻ എഡിറ്റ് ചെയ്ത ഫോട്ടോഷോപ്പിൽ ഫോട്ടോഷോപ്പ്
ഫോട്ടോഷോപ്പിൽ സ്പെല്ലിംഗ് ആയിട്ട് ചെയ്യുന്നത്. എങ്ങനെയാടാ PHOPO ഇല്ലേ ഫോട്ടോഷോപ്പ്? ചുമ്മാ ഓക്കെ. FOTO പിന്നെ എങ്ങനെ പറയാ പറ എന്ത് അത്? ഫോട്ടോ ഞാൻ ഫോൺ ആയിട്ട് ഓക്കെ ഗൈസ്. അപ്പൊ ഒറിജിനൽ ലോഗോ ഇതാണ് ഗൈസ്. ഓക്കെ, ഇതാണ് ഒറിജിനൽ ലോഗോ. ഏറെക്കുറെ സാമ്യം ഗൈസ്. ഒട്ടാനല്ല ഏക്കെയാളെ കളറ് പോരാ. ഇവനെന്ത് പിങ്കിലൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ 4ാമത്തെ റൗണ്ടിൽ നമ്മൾ വരയ്ക്കാൻ വേണ്ടി കൊടുക്കുന്ന ലോഗോ ഏതാന്ന് വെച്ചാൽ മറ്റൊന്നല്ല ഗൈസ്, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ലോഗോയാണ്. സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു ലോഗോ ആണ്. എന്തെങ്കിലും നൈക്ക് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഷൂമായി ബന്ധപ്പെട്ട് പിന്നെന്തൊക്കെയാ? ഒളിമ്പിക്സിന്റെ ലോഗോ ആണ് അപ്പൊ നമ്മൾ അടുത്ത് വരയ്ക്കാൻ വേണ്ടി കൊടുക്കുന്നത് ഗൈസ്. ഓക്കെ, ഒളിമ്പിക്സിന് വേണമെങ്കിൽ ഒരു ഹിന്റ് തരാം. എത്ര റൗണ്ട്സ് ഉണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഓരോ റൗണ്ടും ഓരോ കളേഴ്സ് ആണ് ഗൈസ്. ഓക്കെ, അതിന് മാർക്ക് ഇരിക്കും, കാരണം അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട്. ഓക്കെ, ഓടിയുടെ ചിഹ്നം കളർ കാണിച്ചു കൊടുക്കാനുള്ള പൊട്ട കളറ് വേറെ ഇത് പക്ഷെ തെറ്റാ കളറ് ഗൈസ്. അങ്ങനെ വാസ്കോ പേൻ എടുത്തിരിക്കുന്നു, ഒരു കളർ. വാസ്കോ ഒരു വരണ അതൊരു കലാസൃഷ്ടിയാണത്. വേറെ ആർക്കും പറ്റൂല ഇതുപോലെ സർക്കിൾ ഇടാൻ ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം എന്തായാലും തീരാനായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ പെൻ ടൗൺ പറയാൻ ടൈം ആയിട്ടുണ്ട്. ഓക്കെ, കമത്തി വെച്ച പറയും മാത്രം കാണിച്ചു തന്നാൽ മതി. ഫസ്റ്റ് നമ്മുടെ വാസ്കോനെ നമ്മൾ കാണിക്കാൻ പോകും. വാസ്കോ കാണിച്ചു കൊടുക്കാം, എല്ലാവരും കാണിച്ചു കൊടുക്ക്. ഇതിൽ എത്ര സർക്കിൾ ഉണ്ട്? 5 സർക്കിൾ വരച്ചിട്ടുണ്ട്. ഓരോന്ന് ഒരു കളർ ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി കൊമ്പൻ കാണിക്ക്. ഇതിലേതാ? കൊറേ ഉണ്ടല്ലോടാ. ഇതാണ് അപ്പുറത്തുള്ള ഏതാണ്? കൺഫേം ആക്ക്. ഹിന്ദിപ്പൂ സ്വർഗരാജ മുല്ലപ്പൂ താന്തിക്കട തേന്തിക്കടത്തോ അതാണല്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് ഇനി മാറ്റാൻ പറ്റൂല. ഓക്കെ, ഇത് ഏക്കന്നെ കാണിക്കുക. എത്ര സർക്കിൾ ഉണ്ട്? 5. സോ അപ്പൊ ഞാൻ ശരിക്കുള്ള ലോഗോ കാണിച്ചു തരാം. ഇതാണ് ഒറിജിനൽ ലോഗോ. വെയിറ്റ് ഇതിലിപ്പോ കൊമ്പന്റെ മൊത്തം തെറ്റായിക്കണു. ഇത് ഈ പൊട്ടൻ ഇപ്പുറത്ത് കറക്റ്റ് വരച്ചിരിക്കുന്നത്, പക്ഷേ ഇതാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അത് പോയി. ഇവിടെ നോക്കുകയാണെങ്കിൽ കാഴ്ച നോക്കി, ഇവർ രണ്ടുപേരും സെയിം ആയിട്ടാണ് വരച്ചിട്ടുള്ളത്. കളർ നോക്കുകയാണെങ്കിൽ കളർ നോക്കാം. ഇവിടെ ഏതാ കളർ ശരിക്കുള്ളത്? റെഡ് കറക്റ്റ് ആണ്. പച്ച ഇവിടെയുണ്ട്. ഇതിന് 2 ഗ്രീൻ. ഇതില് റെഡ് ഓറഞ്ച് അല്ല. ബ്ലൂ. അയ്യോ ഗൈസ്. ഓക്കെ, 2 കളർ ശരിയാണ്. റെഡും ഗ്രീനും കളർ ശരിയാണ്. അവന്റെ ഏക്കന്റെ റെഡ് മാത്രമേ ശരി. വേറെ എന്താ ഓടിന്റെ ലോകം ഇവന്റെ തെറ്റാ. ഇവന്റെ ഇതുണ്ട് സർക്കിളിന്റെ അകത്തോടെ തന്നെ നമ്മുടെ മറ്റേ സർക്കിള് കറക്റ്റാ. ഇവന്റെ പക്ഷേ ഏക്കനെ നോക്കി വരച്ചാണ് വാസ്കോ ജയിച്ചത്. ഓക്കെ, ഒരു റൗണ്ട് വാസ്കോ ജയിച്ചിരിക്കുന്നു. ഒരു പോയിന്റ് എടുത്തിരിക്കുന്നു. എല്ലാവരും ഗൈസ്. ഒക്കെ നമ്മുടെ അടുത്ത റൗണ്ടിലോട്ട് പോകുന്നതിന് മുന്നേ ഗൈസ്, ഒക്കെ നമ്മുടെ വീഡിയോ ലൈക്ക് അടിയാത്ത മനുഷ്യന്മാരുണ്ട്. ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക ഗൈസ്. എല്ലാവരും ലൈക്ക് അടിക്കുക. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ അടുത്ത ലോഗോ നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ എല്ലാവരും ഉപയോഗിച്ചിട്ടുള്ള ഒരു ലോഗാണ്, ഉപയോഗിച്ചിട്ടുള്ള ഒരു ആപ്പാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ്? വാട്സാപ്പ് അല്ല, ടിക്ടോക്ക്. യെസ് ഗൈസ്, ഓക്കേ, ടിക്ടോക്കിന്റെ ലോഗോ ആണ് ഗൈസ്. ഓക്കേ, അടുത്ത നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. കം ഓൺ ഗൈസ്, ലെറ്റ്സ് ഡ്രോ ടിക്ടോക്ക്. വലിയ ടിക്ടോക്ക് മെയിൻ ആണ് ഗൈസ്. വലിയ ടിക്ടോക്ക് മെയിൻ ആണ്. ടിക്ടോക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? യെസ്. എന്നുണ്ട് ബ്ലാക്ക് മാൻ ഐഡിയ. അയ്യോ, പെട്ടു ഗൈസ്. ഓക്കെ, ബ്ലാക്ക് മാൻ ആണ് ഐഡിയ ടിക്ടോക്കിൽ. ഗൈസ്, നിങ്ങൾ ടിക്ടോക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് എന്താ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഇതെന്തിനാണ് ലൈൻ വരയ്ക്കുന്നത് എനിക്കറിയില്ല, ടിക്ടോക്കിന് അറിയില്ല. ചതുരം വരയ്ക്കാതെ അതിന്റെ ചതുരത്തിന്റെ വളവ് വന്നാൽ ഞാൻ 2 മാർക്ക് അധികം തരത്തേ ഉള്ളൂ. അതിന് നീ സ്കെയിൽ വെച്ചൊന്നും വരക്കണ്ട. അത് മതി. ത്രികോണം വരിക 3 ത്രികോണല്ല, ത്രികോണം ത്രികോണം മതി. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ 5th റൗണ്ടില് ടൈം ഏറെക്കുറെ തീരാനായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് കൗണ്ട് ഡൗൺ ചെയ്യാം.
വേണ്ടോ? കേക്കിന്റെ സൈഡിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കേക്ക് കാണിക്കൂ. ഇതാണ് കളറായിട്ട് വരച്ചിട്ടുണ്ട് ടിക്ടോക്കിന്റെ ലോഗോ. കൊമ്പനെ നോക്കാം ഗൈസ്. ഓക്കെ, കൊമ്പൻ ഇവിടെ ഒരു ലോഗോ വരച്ചിട്ടുണ്ട്. അന്നേരം അപ്പുറത്ത് വേറെ ലോഗോ. അല്ല, ഞാൻ ഇവിടെ വലുതാക്കി വരയ്ക്കാന്ന് വിചാരിച്ചാ. പിന്നെ ഓക്കെ ഗൈസ്, അപ്പൊ ഇനി ഇവിടെ വാസ്കോന്റെ ടിക്ടോക്ക് കണ്ട് നോക്കാം. കളറായിട്ടുണ്ട്. ഇതിൽ ഏതാ മോളത്തേനോ താഴ്ത്തേണോ? ഇതിലേതാ? അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് ശരിക്കുള്ള ടിക്ടോക്കിന്റെ ലോഗോ കാണിക്കാം. യെസ് ഗൈസ്, ദിസ് ടിക്ടോക്ക് ഗൈസ്. ആര് തെറ്റി? കൊമ്പന്റെ ഏറെക്കുറെ ശരിയാണല്ലോ. ശരിയാണത്. എങ്ങനെ അവിടെയും ടിക്ടോക്ക് എന്നിട്ട് കാര്യം ഇതാണ് ലോഗോ. ഓക്കെ, സോ ഗൈസ്, അപ്പൊ കൊമ്പനാണ് ഇപ്രാവശ്യം ശരിയാക്കിയുള്ളത് ഗൈസ്. അപ്പൊ 3 റൗണ്ട് എടുത്തിട്ട് കൊമ്പൻ മുന്നേറുകയാണ് ഗൈസ്. ഓക്കെ, നമ്മൾ മിസ്റ്ററി ബോക്സസ് എന്താക്കാൻ വേണ്ടിട്ട് കൊമ്പൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നു 3 റൗണ്ടുകൾ എടുത്തുകൊണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ അവസാനത്തെ റൗണ്ട് ആണ് ഗൈസ്. ഇത് എന്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, ഇപ്രാവശ്യം ഞാനൊരു ലോഗോ ചൂസ് ചെയ്തിട്ടുള്ളത് മറ്റൊന്നല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രിങ്ക് ആണ്. കൊക്കോള, പെപ്സി ഗൈസ്. ഓക്കെ, ഇറ്റ്സ് പെപ്സി ആണ്. ഓക്കെ, സോ പെപ്സിന്റെ ലോഗോ കൃത്യമായിട്ട് വരയ്ക്കുന്നവർക്ക് ഈ റൗണ്ട് കിട്ടുന്നതായിരിക്കും. ആൻഡ് നമ്മുടെ മിസ്റ്ററി ബോക്സ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, പെപ്സിന്റെ ലോഗോ ഏതായിരുന്നല്ലേ? എന്താ ബ്ലോഗറെ പെപ്സിന്റെ ലോഗോ അറിയില്ലേ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? പെപ്സിന്റെ ലോഗോ എന്താ വരക്ക്? വൈറ്റും ബ്ലൂ ആയിരുന്നോ റെഡും ബ്ലാക്കും ആയിരുന്നോ? നേരെ ആലോചിച്ച് വരയ്ക്കുക. സമയമുണ്ട്, ആലോചിച്ച് വരയ്ക്കുക. മണ്ടത്തരങ്ങൾ കാട്ടിക്കൂട്ടരുത്. ഓക്കെ, ആലോചിച്ച് വരയ്ക്കുക. എനിക്കൊന്ന് ഉറങ്ങണം. കൊമ്പൻ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടൊക്കെ വരയ്ക്കുന്നത്. വാസ്കോ ഞാൻ എടുത്ത് പെപ്സിയിൽ വെച്ചിട്ട് കുടിച്ചാലാ കരുതിട്ടേ ഒളിപ്പിച്ച് വെച്ചേക്കുവാ. കൊമ്പന്റെ ഏറെക്കുറെ പകുതിയായി തോന്നുന്നു. വാസ്കോ വരണോണ്ടിരിക്കുന്നു വീണ്ടും. AK ഏറെക്കുറെ പകുതിയായി തോന്നുന്നുണ്ട്. അപ്പൊ നമ്മുടെ സമയം തീരാനായിട്ടുണ്ട്. Let's do it guys. Okay, so അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ലോഗോ കാണാം guys. Okay, starting from AK എന്നാണ് guys. Okay, AK യുടെ ലോഗോ കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഇതാണ്. ഇതെന്താ കൃഷ്ണമണിയോ സെന്ററിൽ? ഓക്കെ, സോ കൂൾ. ആൻഡ് അതുപോലെ തന്നെ guys, okay, നമ്മുടെ കൊമ്പനെ കാണിച്ചു കൊടുക്കാം. ഓക്കെ, കൊമ്പനോട് കിടിലായിട്ട് വരച്ചിട്ടുണ്ട്. ആൻഡ് അവിടെ വാസ്കോ ഉണ്ട് guys. Okay, വാസ്കോനെ കാണിച്ചു കൊടുക്കാം. ഓക്കെ guys, okay, വാസ്കോന്റെ ലോഗോ നിങ്ങളിവിടെ കണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും ഒറിജിനൽ ലോഗോ കാണിക്കാം അല്ലേ guys. ഇതാണ് നമ്മുടെ പെപ്സിന്റെ ലോഗോ. ഇത് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സെറ്റായി വരച്ചത് മറ്റാണല്ലോ guys. Again വാസ്കോ. മാറ്റി മറക്കുന്ന കലാകാരൻ ഞാനാ. എത്ര റൗണ്ട് കിട്ടിയായിരുന്നു? റൗണ്ട് അല്ലേ? ഓക്കെ, കലാകാരന് ഒരു റൗണ്ട്. അപ്പൊ ഈ റൗണ്ടില് വാസ്കോണ് ജയിച്ചിട്ടുള്ളത്. വാസ്കോക്ക് എന്തായാലും കിടിലൊരു കൈയടി കൊടുക്കാം guys. Okay, കലാകാരന്മാരെ അംഗീകരിക്കുന്നില്ല guys. Okay, അപ്പൊ നമ്മുടെ 5 റൗണ്ട് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 1 റൗണ്ട് AK ടോക്കും അതുപോലെ തന്നെ guys 2 റൗണ്ട് നമ്മുടെ വാസ്കോ ആണ് ജയിച്ചിട്ടുള്ളത്. ആൻഡ് അതുപോലെ ടോപ്പ് വിന്നർ ആയിരിക്കും മറ്റാരല്ല guys. Okay, കൊമ്പനാണ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വിന്നറിന് സമ്മാനം കൊടുക്കാം. അപ്പൊ നമ്മുടെ മിസ്റ്ററി ബോക്സ് നമ്മുടെ കയ്യിലോട്ട് വരട്ടെ guys. Okay, കൊമ്പനെ കൈമാറാൻ വേണ്ടി പോവാണ് guys. Okay, നമ്മുടെ വിന്നർ ആയ കൊമ്പന് guys. Okay, നമ്മുടെ മിസ്റ്ററി ബോക്സ് ഇവിടെ കൈമാറിയിട്ടുണ്ട്. അൺബോക്സ് ചെയ്തോ ഇപ്പൊ തന്നെ? എല്ലാവരും അറിയട്ടെ, അതിന്റെ കഴിവിന് കിട്ടിയെന്ന് എല്ലാവരും അറിയട്ടെ. കിട്ടി. ഓ ഗൈസ്, ഒരു കിടിലനായിട്ടുള്ള ഒരു ഫ്രീ ആണ്. ഓക്കെ ഗൈസ്, ഇനി മുതൽ കൊമ്പനെ ഇവിടെ കളർ ചെയ്ത് പഠിക്കാൻ ഓരോന്നുള്ള ഒരു കിടിലായിട്ടുള്ള ഒരു ബുക്ക് നമ്മൾ സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. കലാകാരന്മാർക്ക് കൊടുക്കേണ്ട ഒരു ഗിഫ്റ്റ് ആണ് ഗൈസ് ഇത്. എന്തായാലും ഓക്കെ, എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം ആണല്ലോ. അത് മതി. കൊമ്പന അതിന്റെ ആനന്ദ കണ്ണീരൊക്കെ ഉണ്ടാവും, ഒന്നും കാര്യമില്ല. എന്തായാലും ഗൈസ് ഒക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ചാലഞ്ച് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടില ചാലഞ്ച് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ മറക്കണ്ട.